ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. റിസൾട്ട് അവലോകനം നടക്കുകയാണ്. കേരളത്തിൽ സവിശേഷമായ അവലോകനത്തിന് തയ്യാറായത് ഇടതുപക്ഷമാണ്. സമൂഹമാധ്യമങ്ങൾ എന്തു ഗുണമാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നൽകിയത് എന്ന പരിശോധനയ്ക്ക് തയ്യാറാവുകയാണ് CPM. ഇതിന്റെ തുടർച്ചയാണ് MV ജയരാജന്റെ പോരാളി ഷാജിയുടെ ഉറവിടം കണ്ടെത്താനായുള്ള നീക്കം. പോരാളി ഷാജിയെ പോലെ കൊണ്ടോട്ടി സഖാക്കൾ, പോരാളി വാസു തുടങ്ങി മറ്റു ചില പേരുകൾ കൂടി അന്വേഷണത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സൈബർ ലോകത്തെ നേതാവ് പോരാളി ഷാജി ഇടതുപക്ഷക്കാരനാണ് എങ്കിൽ മണം നീക്കി പുറത്തു വരാനാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ പറഞ്ഞത്. എന്നാൽ MV ജയരാജന് പോരാളി ഷാജിയെ അറിയില്ലെങ്കിൽ അത് P ജയരാജനോട് ചോദിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. പോരാളി ഷാജിയുടെ പിന്നിൽ ഷാഫി പറമ്പിലാണ് എന്ന് സ്ഥാപിക്കാനുള്ള MV ജയരാജന്റെ നീക്കത്തിന് തടയിടാനാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഈ നീക്കം. അങ്ങനെ പോരാളി ഷാജിയെ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട, അതിനു പുറകിൽ CPMന്റെ അധികായനായ നേതാവിന്റെ ആർമിയാകാമെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമവും ഈ നീക്കത്തിന് പിന്നിൽ കാണാം. CPMൽ ജയരാജന്മാർ തമ്മിൽ മൂപ്പിളമ തർക്കം നിലനിൽക്കുന്നുണ്ട്. P ജയരാജനെ ഒതുക്കാനുള്ള നീക്കം പാർട്ടിയിൽ നിന്നും ഉയർന്നു വന്നതും അദ്ദേഹം പാർട്ടിയിലെ പ്രശ്നങ്ങളിൽ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്നതും CPMലെ ആഭ്യന്തര കലഹത്തിന്റെ സൂചനകളാണ്. CPMൽ ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള വ്യക്തിയാണ് P ജയരാജൻ. PJ ആർമി എന്ന പേരിൽ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ്. എന്നാൽ P ജയരാജൻ പാർട്ടിക്ക് അതീതനായി വളരുന്നു എന്ന് കണ്ട് അദ്ദേഹത്തെയും ആർമിയെയും ഒതുക്കാനുള്ള നീക്കം നടന്നു എന്നതും CPMലെ ആഭ്യന്തര ചർച്ചകളിലെ ഒന്നായിരുന്നു. പിണറായിയേക്കാൾ സ്വീകാര്യത P ജയരാജന് ലഭിക്കുമോ എന്ന ആശങ്ക യഥാർത്ഥത്തിൽ പിണറായിക്കും ഉണ്ടായിരുന്നു എന്നതും ഇതേ ആഭ്യന്തര ചർച്ചയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് പാർട്ടിയുടെ ഏകോപനം അമ്പയെ പരാജയപ്പെട്ട സമയത്ത് PJ ആർമിയാണ് പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർത്തത്. ചെറിയാൻ പറഞ്ഞു വെക്കുന്നതും ഇത് തന്നെയാണ്. P ജയരാജനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സോഷ്യൽ മീഡിയ ആർമി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പോരാളി ഷാജി എന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്വാഭാവികമായും PJ ആർമി ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന ധ്വനിയാണ് ചെറിയാൻ ഫിലിപ്പിന്റെ വാക്കുകളിലുള്ളത്. അക്കാര്യം MV ജയരാജന് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ താൻ തന്നെ പറഞ്ഞു തരാമെന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ വാദം. രാഷ്ട്രീയ വിഷയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളെ സംഘടിതമായി ഉപയോഗിക്കുക പതിവാണ്. അത് മോശമായ രീതിയിലും ഏറെ ഗുണപ്രദമായ രീതിയിലും ഉപയോഗിച്ചവരുണ്ട്. വ്യാജ വാർത്തകളും വെളുപ്പിക്കലുകളും ചരിത്രത്തെ അട്ടിമറിക്കലുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും അല്ലാതെയും ഉണ്ടാകുന്ന പുകമറയെ ഒരു പരിധിയോളം മാറ്റിക്കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് സാധിച്ചു എന്നുള്ളത് CPMനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. ചില സമയങ്ങളിൽ പിണറായി വിജയൻ പോലും നേരിട്ട് പ്രശംസിച്ച സാഹചര്യവും ഇക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. മെയിൻ സ്ട്രീം ഇടതുപക്ഷത്തെ പ്രത്യേകം മുന്നവെച്ച് ആക്രമിക്കുന്ന സമയത്ത് വസ്തുതകൾ തുറന്നു കാട്ടിയത് സോഷ്യൽ മീഡിയ ആണ് എന്നായിരുന്നു പിണറായി വിജയന്റെ അന്നത്തെ വാദം. ഇതെല്ലാം സംഘടിത രൂപമാണോ അല്ലയോ, ചിലപ്പോഴെങ്കിലും ചില ഫാക്ട് പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ CPM ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ താലോലിക്കുന്നു എന്ന് കാണാം. ഇത്തരത്തിലുള്ള അനുഭാവി ഗ്രൂപ്പുകളുടെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രസക്തമാകേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഗ്രൂപ്പുകളെ വിലക്കി വാങ്ങാനുള്ള പേരുകളും സ്ട്രാറ്റജിയും മെനഞ്ഞെടുക്കുന്നത് പതിവ് രാഷ്ട്രീയത്തിൽ പോലും പ്രകടമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സാമൂഹിക സൈബർ ആക്രമണങ്ങളെ നിയന്ത്രിക്കാതിരുന്നിട്ട് തോൽവി ഭാരം കെട്ടിവെക്കാൻ ഇത്തരം ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇലക്ഷൻ സമയത്ത് മാത്രം പൊട്ടിമുളയ്ക്കുന്നതല്ല ഇത്തരം ഗ്രൂപ്പുകൾ. CPMന്റെ മേൽത്തട്ടിലൊഴികെ താഴേക്ക് പോരും തോറും വിമർശകർക്ക് ആക്കം കൂടി വരികയാണ്. പോരാളി ഷാജിമാർക്ക് പോലും മടുത്തു എന്നാണ് MV ജയരാജൻ ഉയർത്തിയ വാദങ്ങളുടെ പിന്നാമ്പുറം. ഇടതുമുന്നണിയല്ലാതെ മറ്റേത് മുന്നണിയായിരുന്നെങ്കിലും മുഖ്യമന്ത്രി പണ്ടേ രാജിവെച്ച് കഴിയുമായിരുന്നു. അതാര് തുറന്നു പറയും എന്നാണിപ്പോൾ നേതാക്കളുടെ പരസ്പരമുള്ള ചോദ്യം. ഒന്നുറപ്പാണ്, പ്രത്യക്ഷത്തിൽ തിരുത്തൽ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ നാടകങ്ങൾ വിദൂരമല്ല. CPMന്റെ വാദം ശരിയാണെങ്കിൽ ഗ്രൗണ്ട് വർക്കിനേക്കാൾ വലിയ സ്വാധീനം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് ജനങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ തീർച്ചയായും അത് ഇടതുപക്ഷത്തിന്റെ പരാജയം മാത്രമായി വിലയിരുത്താനാകും.